പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഫിലോമിന തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ എല്ലാ ദിവസവും തന്നെ എൽരൂഹയുടെ ജപമാലയിൽ കൂടുന്നുണ്ട്. 2 പ്രാവശ്യം അടുപ്പിച്ച് അച്ഛൻ എൻ്റെ പേര് പറഞ്ഞു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ഇതുവരെയും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സാക്ഷ്യപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് ഈ പ്രാവശ്യം ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര എലിശല്യാണ്. വീട് പണിയൊന്നും പൂർത്തിയായില്ല. അതുകൊണ്ട് എലിക്ക് കയറാൻ ഒത്തിരി പൊത്തുകളുണ്ട്. അപ്പം കിടക്കുന്ന മുറി പോലും എലി വന്ന് എൻ്റെ കയ്യിൽ 2 പ്രാവശ്യം എലി കടിച്ചതാണ്. അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഈ എൽരൂഹയിലെ ഭൂതോച്ചാടന വസ്തുക്കളെക്കുറിച്ച് എനിക്ക് അറിവ്, ഞാൻ ഒരാഴ്ചത്തെ ധ്യാനം കൂടിയായിരുന്നു. അപ്പോൾ എനിക്കിതേക്കുറിച്ച് നല്ല അറിവും ബോധ്യമൊക്കെ വന്നു. ഞാൻ ഇവിടുന്ന് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളത്തിൽ കലക്കി വരെയൊക്കെ തുടച്ചു. സിമെൻ്റ് ഇടാത്ത തറയിലെല്ലാം വെള്ളം തളിച്ചു. അങ്ങനെ പിന്നെ വിശ്വാസ പ്രമാണവും 33 പ്രാവശ്യമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒറ്റ എലികൾ പോലും ഇന്ന് ഞങ്ങളുടെ എന്തുമാത്രം എലി ശല്യം. അത് ആഴ്ച എനിക്ക് 100 രൂപ മുടക്കാം. എലിക്കേക്ക് മേടിച്ച് വെക്കുക. പിറ്റേ ആഴ്ച എലിയുടെ മണം കൊണ്ട് എൻ്റെ പെരക്കകത്തോട്ട് കയറാൻ പറ്റില്ല. ചത്ത് ചീഞ്ഞ് മുകളിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുമായിരുന്നു. ഇപ്പം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഈ പല്ലിശല്യവും പാറ്റാശല്യവും തേക്കാത്ത വീടായതുകൊണ്ട് ഒരുപാട് ശല്യങ്ങളായിരുന്നു. ഞാൻ എപ്പോഴും സങ്കടപ്പെടുമായിരുന്നു, എൻ്റെ ഈശോ ഈ വീട് എന്ന് പൂർത്തീകരിക്കും, ഇതുപോലത്തെ ശല്യം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലോന്ന്. അങ്ങനെ കന്നാമള്ളം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഭിത്തിയിലെല്ലാം തളിച്ചു. അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ ഭിത്തിയിലേക്കൊക്കെ തളിച്ച് ഇന്ന് വരെയും ഒറ്റ പ്രാണികൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടില്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹം ദൈവം തന്നു. ഈശോയ്ക്ക് നന്ദി. അതുപോലെ എനിക്ക് നേരത്തെ ഒരു 11 വർഷം മുമ്പ് ക്യാൻസർ വന്നാണ്. അതിൻ്റെ രൂക്ഷഫലം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് യൂട്രസിലൊരു സിസ്റ്റ് വന്നു. എൻ്റെ അടുത്ത ബ്രസ്റ്റിന് എനിക്കൊരു വേദനയും വന്നു. ഇത് രണ്ടും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? സാമ്പത്തികം ഇല്ല, എനിക്ക് കൂട്ടത്തിൽ എന്നെ നിൽക്കാൻ ആളില്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൽരൂഹയിൽ ധ്യാനം കൂടിയത്. ഞാനിവിടെ വന്ന് ആരോടും ഒന്നും പറഞ്ഞില്ല. ധ്യാനം കൂടിപ്പോയി. ഇതുപോലെ ഒലിവ് ഓയിലൊക്കെ മേടിച്ചുകൊണ്ടെല്ലാം പോയി അത് പുരട്ടുകയും തേൻ കഴിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അതിന് മുമ്പ് ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓപ്പറേഷനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പരിശോധനകളും ബ്ലഡിൻ്റെ പരിശോധനകളും എല്ലാം വെച്ചിട്ട് ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നതാണ് യൂട്രസിന് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി ഇതെല്ലാം ഭക്ഷിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു 3 മാസം കഴിയുമ്പോൾ ഞാൻ ഇനി വന്ന് റിപ്പോർട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ദൈവം അതിശയിപ്പിക്കത്ത രീതിയിൽ എൻ്റെ യൂട്രസിൻ്റെ സിസ്റ്റ് 3-1 കുറഞ്ഞു. വളരെ ചെറിയൊരു അടയാളം മാത്രമേ ഉള്ളെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ബ്രസ്റ്റിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാണ് 2 ഡോക്ടർമാർ ഇതുപോലെ തന്നെ നിർദ്ദേശിച്ചു. പക്ഷേ എനിക്കൊരു ചെറിയ ഗുളിക കൊണ്ട് അത് മാറിക്കൊള്ളുമെന്നും പറഞ്ഞ് ഈ മരുന്ന് നമ്മൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ചെറിയ ഗുളിക കൊണ്ട് മാത്രം മാറിക്കോളൂന്നും പറഞ്ഞ് എനിക്കിപ്പോൾ അത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ദൈവം എനിക്കൊരു പൂർണ്ണമായ നല്ലൊരു കൈയ്യടി കൊടുത്ത് എന്തൊരു വലിയ സൗഖ്യമായി ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ തന്നെ എനിക്ക് ഒരു സാക്ഷ്യം കൊണ്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു വഴിത്തർക്കം ഉണ്ടായിരുന്നു. ആ വഴിത്തർക്കത്തിൽ ഞാൻ 10 അടി സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്താണ്. എനിക്ക് ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, എങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താണ്. പക്ഷേ അവർക്ക് ഞാൻ ഫ്രീ കൊടുത്തുകൊണ്ട് അവർക്ക് പിന്നെ 12 അടി വേണമെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസൊക്കെ കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇങ്ങനത്തെ ഇവിടുത്തെ ധ്യാനമൊക്കെ കൂടിയപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരപ്പെട്ടാണ് പോയത്. എനിക്കത് എങ്ങനെയെങ്കിലും ഈശോ നടത്തി തരണോ, ഞാൻ തന്നെയുള്ളല്ലോ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഈശോ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് എൽരൂഹയിൽ തന്നിട്ടിരിക്കുന്ന ഉപ്പില്ലേ, നീ ആ ഉപ്പ് ആ വഴിനീളെ എല്ലാം വെതറിയിടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ഹന്നാവെള്ളം കൊണ്ട് തളിക്കാൻ പറഞ്ഞു. ഞാൻ ഹന്നാവെള്ളം തളിച്ചു. അങ്ങനെ ചെയ്ത് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. ഞാൻ രാത്രിക്ക് അതെല്ലാം ചെയ്തത്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരെനിക്കെതിരായിട്ട് കൊടുത്ത കേസ് എനിക്ക് അനുകൂലമായിട്ട് എൻ്റെ റോഡിൽ കൂടി ഇപ്പോൾ നടക്കാൻ പോലുള്ള അവകാശം അവർക്ക് ഇല്ല എന്ന് കോടതി വിധിക്കുകയും അവരിപ്പോൾ സൗഹൃദമായിട്ടൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ചെയ്തു. എനിക്കത് വളരെ അനുഗ്രഹമായി. ഇങ്ങനെ ഈശോ എനിക്ക് ചെയ്ത വളരെയധികം അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെയും അന്തോണിസുനാൻ്റെയും നാമത്തിൽ ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.